തൃശൂർ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയ ആളെ തെരുവ് നായ കടിച്ചു. പേരാമംഗലം സ്വദേശി സുഗതയ്ക്കാണ് നായയുടെ കടിയേറ്റത്. ഒരു 2-2:45 നേരത്തെ ഒരു കേസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പേരാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകേണ്ട കാര്യം ഉണ്ടായി. സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് പുറത്ത് കടന്ന വഴിക്ക് സ്റ്റേഷന്റെ തൊട്ടു മുന്നിൽ വെച്ച് തന്നെ എന്റെ വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്റെ പിറകിൽ വന്നിട്ട് ഒരു പട്ടി എന്നെ കടിക്കുകയും എന്റെ കാലിന്റെ പിറകിലാണ് കടിയേണ്ടത്. കടി ഏറ്റ വഴിക്ക് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ പാറാവിലുണ്ടായിരുന്ന ആളുകളോട് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞ പട്ടി ഇവിടെ കുറെ നാളുകളായിട്ടുള്ളതാണ്, പഞ്ചായത്തിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിടിച്ചു കൊണ്ടുപോകാൻ, ഇതുവരെ പഞ്ചായത്ത് ഒരു നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാണ് അവരുണ്ടായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, കുറച്ചു കാലങ്ങളായി ശല്യമുണ്ട് എന്നാണല്ലോ ഇദ്ദേഹം പറയുന്നത്, പക്ഷെ പഞ്ചായത്ത് നടപടി എടുത്തില്ല എന്നും. തീർച്ചയായും അനുജ, അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഈ സുഗതന് ഈ പട്ടിയുടെ കടിയേൽക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരനോട് അപ്പോൾ തന്നെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തനിക്ക് കടിയേറ്റു, പട്ടിയുടെ കടിയേറ്റു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ അവിടുന്ന് പോലീസുകാരൻ നടത്തിയ ഒരു വാക്കാണ് ഏറ്റവും ഒടുവിൽ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഇത് ഇവിടുത്തെ പട്ടിയല്ല, പഞ്ചായത്തിനോട് നിരവധി തവണ പറഞ്ഞിരുന്നു, ഇവിടെ ഇങ്ങനെ കുറെ പട്ടികളുണ്ട് എന്ന് പോലീസുകാർ തന്നെ പറയുകയാണ്. എന്തായാലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ സുഗതൻ ചികിത്സ തേടി. അതിനുശേഷം അദ്ദേഹത്തിന് വാക്സിൻ എല്ലാം എടുത്ത് പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമാണ്, പഞ്ചായത്തിനോട് നിരവധി തവണ പറഞ്ഞിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതി പറയാൻ പോയി മടങ്ങി പോരുമ്പോഴാണ് ഈ സുഗതനെ പട്ടി കടിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, തൃശൂർ പേരാമംഗലത്താണ് സംഭവം. പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയ സുഗതൻ എന്നയാളെ തെരുവ് നായ കടിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.